ഇന്ന് ലോക്സഭയിലും നാളെ രാജ്യസഭയിലുമായി ചരിത്രപരമായ വഖഫ് ഭേദഗതി നിയമം ചർച്ചയ്ക്കെടുക്കുകയാണ്. കോൺഗ്രസ് ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ച UPA ഇന്ത്യ ഗവൺമെന്റുകൾ കേവലം വോട്ട് ബാങ്ക് താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ, ജനാധിപത്യപരമായും നിയമപരമായും ജീവിക്കുന്നവരുടെ കുടികിടപ്പ് അവകാശത്തിന് മേൽ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കാടൻ നിയമമാണ്, ഒരു കരി നിയമമാണ് കോൺഗ്രസ് സർക്കാർ വഖഫ് ഭേദഗതിയിലൂടെ ഈ രാജ്യത്ത് നടപ്പാക്കിയത്. ഭാരതീയ ജനതാ പാർട്ടി അന്നു മുതൽക്ക് തന്നെ ഈ വഖഫിന്റെ കരിനിയമത്തിനെതിരായി, വഖഫിന്റെ അധിനിവേശത്തിനെതിരായി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന NDA സർക്കാർ പാർലമെന്റിൽ നടത്തിയ നിയമ ഭേദഗതികളെല്ലാം നോക്കിയാൽ ആത്യന്തികമായി അതിൻ്റെ പ്രയോജനം ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കുമാണ്. വഖഫ് നിയമ ഭേദഗതി പരിഷ്കരിക്കുന്നതിലൂടെ, പുതിയ അമെൻമെന്റിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യപരമായി, നിയമപരമായി പണം കൊടുത്ത് കൈവശം വെച്ചിരുന്ന അവരുടെ യഥാർത്ഥ ഭൂമിയിന്മേലുള്ള അവകാശം പ്രിയപ്പെട്ടവരെ അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. ഏത് ഭൂമിയും ഏത് നിമിഷത്തിലും ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാമെന്നുള്ള കരി നിയമം ആണ് ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള നിയമം. മാത്രമല്ല, ആ അധിനിവേശത്തിനെതിരായി ഒരു സാധാരണ പൗരൻ സ്വന്തം കാശ് കൊടുത്ത് നികുതി അടച്ച് നിയമപരമായി കൈവശം വഹിക്കുന്ന ഏത് ഭൂമിയും വഖഫ് ബോർഡിന് സ്വമേധയാ വഖഫ് ചെയ്യാനുള്ള അധികാരം. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത വിധം അങ്ങനെ ഒരു ഭൂമി അന്യാധീനമായി കൈവശപ്പെടുത്തിയാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ, അതിനൊരു ലിറ്റിഗേഷൻ പോവാൻ, നമ്മുടെ നീതിന്യായ കോടതികളെ സമീപിക്കാൻ പോലുള്ള അവകാശം ഇവിടുത്തെ പാവപ്പെട്ടവനില്ല. അത് വഖഫിന്റെ ട്രിബ്യൂണലിൽ മാത്രമാണ്, അവർ നിയമിക്കുന്ന ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയൊരു കരിനിയമം ഇന്ത്യ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. ഈ നിയമ ഭേദഗതി ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ളതല്ല. ഈ നിയമ ഭേദഗതി ഈ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ളതാണ്. ഈ നിയമ ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഒറ്റപ്പെട്ടവർക്കും പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടി കൂടിയുള്ളതാണ് എന്നുള്ളതാണ് വഖഫ് ബോർഡിനെതിരായി നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നിയമ തർക്കങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ. ഇത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമല്ല, വഖഫ് ബോർഡിന്റെ ഈ കരിനിയമത്തിനെതിരായി രാജ്യത്ത് പോരാടുന്ന അനേകം വ്യക്തികൾ മുസ്ലിം സമുദായത്തിലുള്ളവരുമാണ്. എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ MP-മാരിലേക്കാണ്. ഈ നിയമം പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിലെ MP-മാരുടെ നേരെയാണ്. എന്താണ് അവർ സ്വീകരിക്കാൻ പോകുന്നത്? അതിന് ചരിത്രപരമായൊരു പ്രാധാന്യം കൂടിയുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മുനമ്പത്തെ ഒരു ജനത, പാവപ്പെട്ട ഒരു ജനത ഈ വഖഫ് അധിനിവേശത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടം നടക്കുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെയും LDFന്റെയും MP-മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, മുനമ്പ് വഖഫ് ഭൂമിയല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് കാപട്യമായിരുന്നോ അതല്ല സത്യസന്ധമായ നിലപാടായിരുന്നോ എന്ന് തിരിച്ചറിയാനുള്ള ഒന്നാന്തരം അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നിരിക്കുന്നത്. തങ്ങൾ അഭിനയിക്കുകയായിരുന്നോ അതല്ല ശരിയായി തങ്ങൾ മുനമ്പം നിവാസികളോടൊപ്പമാണോ എന്ന് ഇന്നും നാളെയുമായി മലയാളികൾക്ക് മുഴുവൻ ബോധ്യമാവും, കേരളത്തിന് ബോധ്യമാവും. ഞങ്ങളിപ്പോൾ ശശി തരൂരിൻ്റെ ഓഫീസിന് മുമ്പിലാണുള്ളത്. പല കാര്യങ്ങളിലും സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവാണല്ലോ ശശി തരൂർ. മോദിയുടെ വാക്സിൻ നയതന്ത്രത്തെയും മോദിയുടെ റഷ്യ-യുക്രൈൻ തർക്കത്തിൽ ഇടപെട്ടതിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എനിക്ക് ശശി തരൂരിനോട് വിനയത്തോടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന നൈതികത, നിഷ്പക്ഷത, സ്വതന്ത്ര നിലപാട് അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ വഖഫ് കരിനിയമത്തിനെതിരായ ഈ ഭേദഗതിയിൽ താങ്കളുടെ നിലപാട് എന്താണ് എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചോദിക്കുന്നത് വെറുതെ അല്ല. എങ്ങനെയാണ് ശശി തരൂർ അവസാന നിമിഷം
ശ്രീ രാജീവ് ചന്ദ്രശേഖരെ പരാജയപ്പെടുത്തി ഇവിടെ ജയിച്ചത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ LDF, UDF MP-മാർ ഇവിടെ എങ്ങനെയാണ് ജയിച്ചത്? മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ നിർലോഭമായ പിന്തുണ തേടിക്കൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDF-ന്റെ MP-മാർ മുന്നിൽ വന്നത്. എന്നാൽ CBCI-യും KCBC-യും ഇന്നേ വരെ ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. രാജ്യത്തെ ഒരു പ്രശ്നത്തിലും ഇത്ര ശക്തവും തീഷ്ണവുമായ ഒരു നിലപാട് ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചിട്ടില്ല. CBCI-യും KCBC-യും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി കേരളത്തിലെ MP നമ്മൾ അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ശരിയായ നിലപാട് അവർ സ്വീകരിക്കുന്നു. ക്രിസ്ത്യൻ മഹാഭൂരിപക്ഷത്തിന്റെ വോട്ട് വാങ്ങിപ്പോയ കേരളത്തിലെ LDF, UDF MP-മാർ അവരുടെ നിലപാടിനോടൊപ്പം നിൽക്കുന്നോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. 18% കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ. ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അല്ല, അവര് ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമാണ്. അവരെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ? അതല്ല, നിങ്ങൾ വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി വഖഫ് ബോർഡിനോടൊപ്പം നിൽക്കുകയാണോ? ഈ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്.